ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മൾ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റുട്ടീൻ വീഡിയോ ആരംഭിക്കുന്ന നമ്മളിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റോജറിന് സ്മൂത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ സ്മൂത്തി ചെയ്തതിന് ശേഷം ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് മുകളിലേക്ക് പോയത്. ഞാൻ മുകളിലേക്ക് പോകുന്ന ആ വീഡിയോ കൂടി ഇതിനകത്ത് കാണാം. ഇങ്ങനെ വീഡിയോ ഓൺ ചെയ്ത് വെക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കണ്ണിൽ പെടുവിട്ടാം. കാരണം ഇന്ന് വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ മുകളിലേക്ക് അങ്ങോട്ട് പോയി. അപ്പോൾ തന്നെ താഴേക്ക് വരും, വീഡിയോ ഓഫാക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരുന്നു മുകളിലേക്ക് പോയത്. പക്ഷേ സ്മൂത്തി എടുത്ത് മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചി അവിടെ ടെറസിൻ്റെ മുകളിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ആ പുറത്തേക്കുള്ള ഡോറ് തുറന്ന് കിടക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ വീടിനകത്ത് നിന്നിട്ട് അവരുടെ ടെറസിൽ നിന്ന് അങ്ങനെ കാണുമ്പോൾ സംസാരിക്കാം. അപ്പം ഞാനങ്ങനെ അവിടെ നിന്ന് സംസാരിച്ച് ആ ചേച്ചി ഞാനും കൂടി സംസാരിച്ച് ഒരു അരമണിക്കൂർ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇത് കണ്ട ഞാൻ മുകളിലേക്ക് പോകുന്നത് ഈ വീഡിയോയിലുണ്ട്. ഇത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ താഴെ വരുന്നത്. അപ്പോൾ റൂബി എന്നെ കാത്തുപിടി ഇരിക്കണേണ്. കുറേ അധികം നേരം ഈ പാവ ഇവിടെ ഇരിക്കണത്. ഇപ്പം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ് ഒരു അരമണിക്കൂറത്തെ വീഡിയോ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഈ കാണിക്കുന്നത്. റൂബി പതിയെ വിഷമിച്ച് കയറുന്നതാണ്. കാരണം ഞാൻ ആ സൈഡിൽ വന്ന് നിന്നിട്ടാണ് വർത്താനം പറഞ്ഞത് അപ്പുറത്തെ ചേച്ചിയായിട്ട്. അപ്പോൾ റൂബി കയറൂലല്ലോ താനെ. അങ്ങനെ കുറേ നേരം പാവ അവിടെ കുറേ നേരം കിടക്കണേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലേ, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അരമണിക്കൂറത്തെ വീഡിയോ ആണിത്. പാവ ഒരു 10-20 മിനിറ്റ് കിടന്നിട്ടാണ് പിന്നെ സങ്കടം സഹിക്കാൻ വയ്യാതെ മുകളിലേക്ക് പേടിച്ച് കയറണേണ് കേട്ടോ. അങ്ങനെ മുകളിൽ കയറി വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഞാൻ എടുത്ത് താഴേക്ക് കൊണ്ടുവന്നിട്ട് അവളാം. കാരണം ക്യാമറ ഓഫ് ചെയ്യണമല്ല. എന്നിട്ട് പിന്നെ മുകളിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നിട്ട് താഴേക്ക്. എന്താണ് എന്താണ് മമ്മി വന്നല്ല, മമ്മി വന്ന് മോളിൽ പോകാം നമുക്ക് മോളിൽ പോകാം. മോളിൽ പോകാം നമുക്ക്. ചേട്ടൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. ഇവിടെ മുത്തനപ്പമില്ല പോയി. അങ്ങനെ അവളെ മുകളിൽ കൊണ്ടുപോയി ചേട്ടൻ്റെ അടുത്ത് കുറച്ച് നേരമൊക്കെ നിർത്തി കളിച്ച് അങ്ങനെയൊക്കെ കഴിഞ്ഞ് താഴെ വന്നിട്ട് പിന്നെ എനിക്ക് തുണി വാഷ് ചെയ്യാനുണ്ട്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. പപ്പയ്ക്ക് ഇന്ന് ഓട്സ് കാച്ചിയതായിരുന്നു. പപ്പ അതൊക്കെ കഴിച്ചിട്ട് പപ്പ ഓരോ ജോലികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ABC ജ്യൂസ് എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അത് ഇനി ഒരു 2 ആപ്പിൾ കൂടി ഉണ്ട്. അപ്പോൾ 2 തവണയും കൂടി കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ആപ്പിൾ എന്തോ ഉണ്ടായിരുന്നെന്ന് തോന്നണം. 1 കിലോ ആപ്പിൾ, വലിയ ആപ്പിളാണ്. അപ്പോൾ വലിയ ആപ്പിൾ ഇട്ടിട്ട് സ്മൂത്ത് ഇടിക്കുമ്പോൾ നല്ല ABC ജ്യൂസ് അടിക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ, നല്ല മധുരമാണ്. അപ്പോൾ ഞാൻ 2 ഡേറ്റ്സും 1 ആപ്പിളും കുറച്ച് ക്യാരറ്റും ഒരു പീസ് ബീട്രൂട്ടൊക്കെ ഇട്ടിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കോരി കഴിക്കണ പരുവത്തിൽ. അപ്പോൾ വേഗം തീരും, നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ കഴിക്കാൻ പറ്റും. ഐസ്ക്രീമൊക്കെ കഴിക്കൂലേ, അതുപോലെ കോരി കഴിക്കണ ആ ഒരു പരുവത്തിൽ അടിച്ചെടുക്കും. അപ്പോൾ അതാണ് എളുപ്പം തീരാനായിട്ട് നല്ലത്. അപ്പോൾ ഇന്നിപ്പോൾ കേക്കിൻ്റെ പണിയാണ് എനിക്ക് മെയിനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കറികളുടെ കുക്കിംഗ് വളരെ തുച്ഛമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു ഉപായത്തിൽ പോട്ടേന്ന് വിചാരിച്ച്. കാരണം എല്ലാം കൂടി ആകുമ്പോൾ ഞാൻ ആകെ ടയേർഡായി പോകും. കേക്കിൻ്റെ പണി എന്നൊക്കെ പറഞ്ഞതില്ലേ നല്ല പണിയാണ്. പ്രത്യേകിച്ചും ഒരു 5-6 കേക്കൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നല്ലൊരു പണിയുള്ള കാര്യം തന്നെയാണ്. കാരണം അതിൻ്റെ ക്ലീനിങ് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പാട്. പിന്നെ നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നത് സാധനങ്ങൾ ഇങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവന്ന് വെക്കാനായിട്ടൊരു ബുദ്ധിമുട്ടാണ്. ആ സാധനങ്ങൾ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ കേക്ക് ഉണ്ടാക്കൽ എളുപ്പമാണ്. പിന്നെ അതിൻ്റെ ക്ലീനിങ് ആണ് ഒരു പാടായിട്ട് വരുന്നത്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം പാത്രങ്ങളെടുത്ത് കഴുകി എല്ലാം വൃത്തിയാക്കിയൊക്കെ വെക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര എനിക്കൊരു മടി തോന്നും കേട്ടോ ചിലപ്പോൾ. അപ്പോൾ ഇത് കണ്ട ഈ വെള്ളം ഇങ്ങനെ ഇവർക്ക് എല്ലാ ദിവസവും പപ്പ കൊടുക്കണുണ്ട് കേട്ടോ. കാരണം അവർ വെള്ളം എടുക്കാനായിട്ട് കറങ്ങി തിരിഞ്ഞ് നമ്മളുടെ വീടിൻ്റെ പുറകു വശമില്ലേ അവിടെ വരണം. അവിടെയാണ് ഒരു പബ്ലിക് ടാപ്പ് ഉള്ളത്. അപ്പോൾ അതുങ്ങളങ്ങനെ പോണ കാണുമ്പോൾ പപ്പ ഇവിടെ നിന്ന് ഹോസ് ഇട്ടിട്ട് അങ്ങോട്ട് വെള്ളം കൊടുക്കും നമ്മളുടെ ഇവിടെ നിന്ന്. നമ്മൾക്ക് കറണ്ട് ചിലവ് കൂടുതലാണ്, കാരണം മോട്ടർ അടിച്ച് വെള്ളം കയറ്റണം നമുക്ക്. എങ്കിൽ തന്നെയും പപ്പ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അത് മിക്കവർക്കും അങ്ങനെ കൊടുക്കും കേട്ടോ. ഇങ്ങനെ ആ ഗ്രൗണ്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെ വെള്ളം കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട് വെള്ളം. ഡ്രമ്മുകൾ കൊണ്ടുവന്ന് അവർ വെക്കും, അതിൽ ഇങ്ങനെ ഹോസ് ഇട്ടിട്ട്. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് കൂടാതെ കാര്യങ്ങൾ ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാനില്ലേ ഇന്നിപ്പിട്ടേക്കുന്ന ഡ്രസ്സ് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഒന്ന് തയ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എൻ്റെ ഗൗൺ ഭയങ്കര വലുതാണ്. ഈ ഗൗണാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പുറത്തൊന്നും ഇടാൻ കൊള്ളയില്ല. കാരണം ഇത് ലൂസാണ്, പക്ഷേ ആം ഹോൾ ചെറുതാണ്.
മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ലൂസാണ്. അപ്പോൾ ഈ ആം ഹോൾ ചെറുതാകുമ്പോഴത്തേക്ക് നമുക്ക് കൈയൊക്കെ പൊക്കാൻ പറ്റില്ല, ഒരു സ്പേസ് ഇല്ല അതൊന്ന് വലുതാക്കാൻ. കൈയൊക്കെ പൊക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് പൊങ്ങി വരും, ഇങ്ങനെ ഒരു ഷേപ്പില്ല, ഒരു ഷേപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ 2 പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് അത് തയ്ച്ചത് നേരത്തെ തയ്ച്ചതാണ് കേട്ടോ, 2 ദിവസം മുന്നേ തയ്ച്ചതാണ്. അത് ഞാൻ ഈ കൂട്ടത്തിലേക്ക് കാണിച്ചെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ തയ്ച്ചിട്ടാണ് ഇപ്പം ഞാൻ ഇട്ടേക്കണത്. കൊച്ചു വന്ന ഹോളിലേക്ക് അന്നപ്പി അതിന്റെ കൊച്ചു വീടോടാ, അമ്മിയുടെ മുത്തുവാ. ഏടാ കൊച്ചിനെ പേടിപ്പിക്കല്ലേടാ, കൊച്ചിന് പേടിയാടാ അവിടെ നിന്നൊക്കെ കയറാൻ. എടാ എന്താടാ അമ്മിയുടെ മുത്തുവാ, വാ അമ്മിയുടെ പൊന്നിങ്ങോട് വാ, തെറ്റുമ്പോ വാ അമ്മിയുടെ മോമ്പ. എടാ കൊച്ചിനെ ഒന്ന് തള്ളി കയറ്റി കൊടുക്കടാ അങ്ങോട്ട്. അമ്മിയുടെ മുത്തുവാ, അമ്മിയുടെ മുത്തുവാ. എടാ കൊച്ചിന് പേടിയാടാ അവിടെ, കൊച്ചിവിടം വരെ കയറുത ഒറ്റക്ക്. പുറത്ത് കൊച്ചു കയറി മമ്മിയുടെ മുത്ത് വാ. മമ്മിയുടെ മുത്ത് കൊച്ചു കാലത്തൊരു പ്രാവശ്യം വന്നാണ് മമ്മി തയ്ക്കാൻ വന്നപ്പോ, കൊച്ചു പിന്നെയും വന്നു ഇല്ലേ പിന്നെ മമ്മിയുടെ മുത്ത്. താങ്ക്സ് എന്ന് കൊച്ച് ചിരിക്കണവന്നൻ. ഇത് പല്ലിങ്ങനെ പിടിച്ചേക്കണത് മാറ്റി. അപ്പം ഞാൻ ഈ ഗൗൺ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ടോപ്പും സ്കേർട്ടും ആക്കി മാറ്റിയിട്ടാ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ സാധാരണ ഇടുന്ന പോലെ തന്നെ തോന്നുള്ളൂ. കാരണം ഞാൻ ഈ ഡ്രസ്സ് ഇടുമ്പോൾ എനിക്കിത് പുറത്തേക്കൊക്കെ ഇടാനും ഒന്നും പറ്റാത്തൊരു ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ വീട്ടിലാണ് ഇടുന്നത്. ഇതിൻ്റെ ഈ കൈയുടെ ഈ ഭാഗത്തൊക്കെ ഈ കക്ഷത്തിൻ്റെ ആംഹോളൊക്കെ ചെറുതാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ ഒരു വലിച്ചിലും അങ്ങനെ ഇരിക്കണേ. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഈ പ്രിൻറ്റും ഈ കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വീട്ടിലിടക്ക് ഇടാമല്ല. അപ്പം ഞാൻ നേരത്തെയൊക്കെ വീട്ടിൽ ഇടയ്ക്ക് ഇടുമല്ല. ഇടുന്ന സമയത്ത് ഞാൻ ചെയ്യണത് ഇതിൻ്റെ അരഭാഗത്ത് എന്തെങ്കിലും ഒരു ബെൽറ്റ് കെട്ടിയിട്ട് അതിങ്ങനെ വലിച്ച് കുറച്ച് പുറത്തേക്കിടും ഈ മോൾവശം. കാരണം ഇത് ഭയങ്കര ലെങ്ത്തും കൂടുതലാണ്, താഴെ കിടന്ന് ഇങ്ങനെ വലിഞ്ഞോണ്ടിരിക്കുന്നത്. നമുക്ക് വീട്ടിലപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ താഴെ കിടന്ന് വലിയുന്നത് കൊണ്ടാണ് ഞാനിതിങ്ങനെ ഇങ്ങനെ പൊക്കി ഈ ബെൽറ്റിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ആക്കിയിടുമ്പോൾ ശരിക്കും ഇതുപോലെ തന്നെ ഇങ്ങനെ തന്നെ ഇരിക്കും. ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ വെക്കും, ഇങ്ങനെ വെച്ചിട്ടിടും. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറേ ഇറങ്ങി അത് പോകുമല്ലോ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇത്തവണ ഇത് ഇടാനെടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഞാനിത് പുറത്തൊന്നും ഇടൂല. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അന്നേ പിന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട്. അധികം ഷേപ്പൊന്നുമില്ല ഈ സാധനം. ഈ ഒരു ഡ്രസ്സ് ഷേപ്പ് ചെയ്യാൻ പറ്റണില്ല. ഷേപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൈയൊക്കെ പൊക്കാൻ പറ്റൂല, ഇവിടെ ഒരു പിടുത്തമൊക്കെ വരും. അതുകൊണ്ട് കൂടുതൽ ഷേപ്പൊന്നുമില്ല. അപ്പോൾ ഏതായാലും ഈ ചുരിദാർ ഗൗൺ പോലെ തന്നെ എന്നാൽ ഒരു സ്കേർട്ട് ടോപ്പിൻ്റെ പോലെ ലെങ്ത്തും കുറഞ്ഞ് കിട്ടിയപ്പോൾ മടക്കിയൊക്കെ തയ്ച്ചല്ല, എലാസ്റ്റിക് ഇട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ മടക്കിയല്ല. അപ്പോൾ അത്രയും കുറഞ്ഞ് കിട്ടി, ലെങ്ത്ത് കയറി കിട്ടി. പിന്നെ ഈ ടോപ്പും ഒന്ന് മടക്കിയൊക്കെ തയ്ച്ചപ്പോഴത്തേക്കും എല്ലാം കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇട്ടിട്ട് നല്ലൊരു സുഖമുണ്ട്. പിന്നെ ഇവിടേക്ക് ഒരു പിടുത്തമുണ്ട് കേട്ടോ. എങ്കിൽ തന്നെയും എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കഴുത്തൊക്കെ വലിഞ്ഞു പോകും നമുക്കിങ്ങനെ പിടുത്തം വരുമ്പോഴേ. എങ്കിലും ഈ ടോപ്പല്ല ഈ ഗൗൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു കളർഫുൾ ഗൗണാണിത്. ഈ വീഡിയോയിൽ കാണുന്നതിനേലും ഭംഗിയാണിത് നേരിട്ട് കാണുമ്പോൾ. പിന്നെ ഞാനേ ഇപ്പോൾ ഒരു സംഭവം കാണിക്കാൻ ഞാൻ വീഡിയോ എടുത്തത് കൂടുതൽ. ഇത് കുഷ്യനില്ലേ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിന് മേടിച്ചതായിരുന്നു. അന്ന് മേടിച്ചപ്പോഴത്തേക്ക് ഇതിനോടൊപ്പം മേടിച്ച ക്രിസ്മസിൻ്റെ കുഷ്യൻ കവറുകൾ അതിപ്പം ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ല, പുതിയ കുഷ്യൻ്റെ അതിലിട്ടിട്ടുണ്ട്. അത് ടൈറ്റാണ് ഇതിന്. ആ കുഷ്യൻ കുറച്ച് വലുതാണ്, പക്ഷേ ഈ കുഷ്യൻ അതിന് ചെറുതുമാണ്. അപ്പോൾ ഇത് രണ്ടും വല്ലാത്തൊരു സൈസിലാണ് കിട്ടിയത്. 40 സെൻറ്റിമീറ്റേഴ്സിൻ്റെ ഒരു കുഷ്യൻ കവറാണത്. ഇത് 30 സെൻറ്റിമീറ്റേഴ്സിൻ്റെ കുഷ്യനുമായിരുന്നു. അതുകൊണ്ട് ഇതിനും അത് പാകമല്ല. ഇപ്പോൾ താഴെയുള്ള കുഷ്യൻ 40ക്ക് മുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് അതും അതിന് കറക്റ്റല്ല. അപ്പം ഞാൻ ഏതായാലും ഈ കുഷ്യൻ ഇങ്ങനെ 5 കുഷ്യൻ ഉണ്ടല്ലോ. അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ ഇരിക്കണമല്ലേ എന്ന് വിചാരിച്ച് ഇതിനൊരു കവർ മേടിച്ച്. അപ്പോൾ 30 കുഷ്യൻ മേടിക്കുമ്പോൾ നമ്മൾ 30യുടെ കവർ തന്നെ മേടിക്കണം. 30 എന്ന് പറയുമ്പോൾ 12 ഇഞ്ച് അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്റേഴ്സ്, അതാണ് കണക്ക് കേട്ടോ. അപ്പോൾ ഇതറിയാമുള്ള താങ്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ മേടിക്കുമ്പോഴത്തേക്കും അളവ് നോക്കാനായിട്ട് ചിലർക്ക് എന്നെ പോലെ ഞാൻ നേരത്തെ അളവ് നോക്കിയാൽ തെറ്റിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ്
ഞാൻ നമ്മൾക്കൊരു തെറ്റ് പറ്റുമ്പോഴാണല്ലോ ഇതുപോലെ മറ്റുള്ളവർക്ക് പറ്റുമെന്ന് മനസ്സിലാവണം. അപ്പോൾ നമ്മൾ 30 സെൻറ്റിമീറ്റേഴ്സ് അല്ലെങ്കിൽ 12 ഇഞ്ച് മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെയിം അളവിൽ തന്നെ കുഷ്യൻ കവറുകൾ എടുത്താൽ ഇതുപോലെ നല്ല ഫിനിഷിങ്ങോടുകൂടി കുഷ്യൻ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയുള്ളൂ. കണ്ട. അപ്പോൾ ഇത് ഞാനൊരു 260 ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. 5 കുഷ്യൻ കവറ്. എന്താണ് ഡോപ്പിയൻ ക്ലോത്ത് മെറ്റീരിയൽ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര് കേട്ടോ. നല്ല ഫിനിഷിങ്ങോടുകൂടി ഒരു തയ്ച്ചിട്ടുണ്ട്. ബാക്കിൽ സിപ്പും എല്ലാം ഉണ്ട്. ഇതിനകത്തേക്ക് നമ്മളിത് അകത്തേക്ക് കുഷ്യൻ വെക്കുമ്പോൾ ഭയങ്കര ടൈറ്റായിട്ടേ കയറുള്ളൂ. പക്ഷേ അങ്ങനെ ടൈറ്റായിട്ട് കയറുമ്പോഴാണ് ഇതുപോലെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് വലിച്ച് വൃത്തിയാക്കി കഴിയുമ്പോൾ ഇതുപോലെ ഫിനിഷിങ്ങോടുകൂടി ഇരിക്കുള്ളൂ. കുഷ്യൻ കവർ ഇട്ടാൽ ഇങ്ങനെ ഇരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഭംഗിയില്ല. അപ്പോൾ ഏതായാലും നമ്മുടെ 5 കുഷ്യനും ഉണ്ട്. 5 കുഷ്യനും വേണ്ടിയിട്ട് 5 കവർ. 5 കവറും ഉണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് കുഷ്യൻ്റെ അകത്ത് നമുക്ക് കവറൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ഒരു റെഡ് എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ റെഡ് എനിക്ക് കിട്ടിയില്ല. എന്തോ ഒരു നമ്മൾക്ക് പറ്റിയതായിരുന്നില്ല റെഡ്. അതുകൊണ്ട് പിന്നെ ഞാൻ യെല്ലോ എടുത്ത്. വില കൂടുതൽ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു, സൈസ് വ്യത്യാസം അങ്ങനെ എന്തൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ കളർ വേരിയൻ്റ് ഉണ്ട്. പക്ഷേ റെഡ് എനിക്ക് കിട്ടിയില്ല. വേറെ കളർ ഉണ്ട് കേട്ടോ. ഇത് മജന്ത കളർ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഇത് നമ്മൾക്ക് ഇടാം. അപ്പം നല്ല ക്വാളിറ്റിയുള്ള കുഷ്യൻ കവർ ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഫിനിഷിങ്ങായിട്ട് തയ്ച്ചിട്ടുണ്ട്. അത് ഇട്ടിട്ടാണെങ്കിലും നല്ല കറക്റ്റ് ഫിറ്റിങ്സിൽ കിടക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചരിച്ചും മറിച്ചുമൊക്കെ വെക്കാം. ഇതിൽ വേറെ ഡിസൈനുകൾ ഫ്രണ്ടിലില്ലാത്തതുകൊണ്ടേ എല്ലാം എങ്ങനെ വേണമെങ്കിലും വെക്കാൻ പറ്റിയൊരു ഡിസൈനാണ്. നമ്മുടെ ക്രിസ്മസ് കുഷ്യനുകളെന്ന് പറയുമ്പോൾ അത് നേരെ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ചരിച്ചൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണുമ്പോൾ ചരിച്ചൊക്കെ വെക്കാം. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ നമുക്ക് മുകളിൽ ആരും അങ്ങനെ ഉപയോഗിക്കണില്ല എങ്കിൽ തന്നെ ക്രിസ്മസ് ഒക്കെ അല്ലേ ഇത്, ഈ കുഷ്യൻ കയ്യിലിരിക്കണല്ലേ, അന്ന് പിന്നെ ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഇട്ടതാണ് കേട്ടോ. പിന്നെ ഞാൻ നേരെ താഴേക്ക് വന്നിട്ട് എൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ, ഒരു മീൻ വറുക്കണം. ചാള ഇത്തിരി ഫ്രിഡ്ജിലുണ്ടായിരുന്നു, ഫ്രീസറിലുണ്ടായിരുന്നു. അത് തണുപ്പ് മാറാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് പിന്നെ ഒരു പരിപ്പ് കറി. അപ്പോൾ ഇന്നത്തെ കറികൾ ഇത്രയേ ഉള്ളൂ. പിന്നെ റോജറിനൊക്കെ ചിക്കൻ ഉണ്ട് കേട്ടോ. പിന്നെ പപ്പക്ക് ഇന്നലത്തെ നമ്മുടെ പോർച്ചുഗീസ് ഡിഷിൻ്റെ ബാക്കിയുണ്ട്. അത് പപ്പ അത് വേണമെന്ന് പറഞ്ഞ് അന്ന് കൊടുത്തിട്ട് പിന്നെ ഞാനത് രാത്രി പപ്പക്ക് അന്നേ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഓർമ്മയുണ്ട് ബാക്കിയുണ്ടെന്നുള്ളത്. അപ്പോൾ അതെൻ്റെ അടുത്ത് ചോദിച്ച് അതുണ്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഉണ്ട് തരാമെന്ന്. ഞാൻ ചോറിനെ കൂട്ടിയിട്ട് കഴിച്ചോളാം, അത്ര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ ഈ പുട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോർച്ചുഗീസ് പപ്പ പറയണ്ടായിരുന്നു പോർച്ചുഗീസുകാരുടെയാണ് പുട്ടെന്നുള്ളത്. പക്ഷേ ഞാനത് പിന്നെ ഈ കാൾതെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഈ കാൾത് കറക്റ്റാണ് കേട്ടോ. ഈ സംഭവം ഉണ്ട് നമ്മുടെ യൂട്യൂബിൽ നോക്കുമ്പോഴത്തേക്കും ഉണ്ട് ഈ ഒരു സംഭവം. പക്ഷേ അതിനകത്ത് വെജിറ്റബിളൊക്കെ ഇട്ടിട്ടൊക്കെ അവർ ചെയ്യണത് കേട്ടോ. ഇതുപോലെ ചെയ്യണത് ഞാൻ കണ്ടില്ല. അപ്പോൾ ഏതായാലും ഈ പുട്ടും പോർച്ചുഗീസുകാരുടെ തന്നെയാണെന്ന് യൂട്യൂബിൽ കാണുന്നുണ്ട്. എന്നാൽ വേറൊരു കാര്യം കൂടി അവർ ഇത് കൂട്ടത്തിൽ പറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ് പുട്ടെന്നും പറയുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ പോർച്ചുഗീസുകാർ വന്നപ്പോൾ കൊണ്ടുവന്ന സംഭവമാണ് പുട്ടെന്നും പിന്നെ തമിഴ്നാട്ടുകാരുടെ 2 വാദമാണ് ഉള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആകട്ടെ, ഏതായാലും പപ്പ പറഞ്ഞത് കറക്റ്റാണ്. പോർച്ചുഗീസുകാരുടെയാണ് പുട്ടെന്നുള്ളത്. അങ്ങനെ ഞാൻ നമ്മുടെ കേക്കിൻ്റെ പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഒന്ന് അടുപ്പിക്കുന്നുണ്ട്. കാരണം ഈ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഒന്ന് അടുപ്പിച്ചെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. കേക്ക് ഉണ്ടാക്കൽ നിസ്സാര പണിയല്ല, പ്രത്യേകിച്ച് ഒരു 5-6 കേക്ക് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാത്രങ്ങൾ കേക്ക് ഉണ്ടാക്കാനുള്ളതും അതുപോലെ കേക്ക് ബേക്കാനുള്ള മറ്റേ കേക്ക് ടിന്നുകളും എല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കണം. കാരണം നമ്മൾ പുറത്തല്ലേ വെച്ചേക്കണം. അപ്പോൾ എല്ലാം കഴുകി, അകത്ത് വെച്ചാലും കഴുകി വൃത്തിയാക്കി എടുക്കണം. കാരണം അകത്ത് ഇപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിൽ വെച്ചാലും പാറ്റയും എല്ലാം ഉണ്ടാകും ഇതിൻ്റെ അകത്ത്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എപ്പോഴും കഴുകി തന്നെ എടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് അതെല്ലാം വെച്ച് ആ സമയം കൊണ്ട് നമ്മളുടെ മീനൊക്കെ ഒന്ന് വറുക്കാൻ പോയി കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ഇന്നലത്തെ നമ്മളുടെ വീഡിയോയിൽ മുട്ടയുടെ ബുൾസൈ ഉണ്ടാക്കിയ ആ സ്ക്വയർ ടൈപ്പ് ആ സംഭവം തവ കാണിച്ചിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ ഇത് സീസൺ ചെയ്തെടുത്തെന്ന് ചോദിക്കണം. ഒന്നും ചെയ്തില്ല, ഞാൻ ചുമ്മാ ഒന്ന് കഴുകിയെടുത്തിട്ട് നല്ല ചൂടാക്കുക. നല്ല ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കില്ല. ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, നല്ല ചൂടാക്കുക. അല്ലാതെ നിങ്ങൾ അതിനകത്തിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് ആദ്യമായിട്ട് ഉണ്ടാക്കിയൊരു ബുൾസൈയാണ്. ആകെ 2 ബുൾസൈ മാത്രമേ ഇതിനകത്ത് ഉണ്ടാക്കിയത്. ആദ്യം ഉണ്ടാക്കിയതാണ്. അത് അത്രയും പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും, ഒരു കുഴപ്പമില്ല. അപ്പം നമ്മുടെ റോജറിൻ്റെ ഇതും പപ്പയുടെ ആ
കാൽതെല്ലാം എടുത്തിട്ട് ഞാനത് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പരിപ്പ് കറി, മീൻ വറുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ 2 സാധനങ്ങളും കൂടി കൂട്ടിയിട്ട് ചോറുണ്ണാനായിട്ട്. അപ്പോൾ ഞാൻ പപ്പയുടെ അടുത്തൊരു കാര്യം കൊണ്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മറ്റേ പാച്ച്മെൻറ്റ് പേപ്പറാണിത്. അത് ഒരു 6 പീസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് 2 വെച്ചിട്ട് ഓരോ ടിന്നിന് പാകത്തിന് 2 ഡബിളായിട്ട് എടുക്കുന്നു. അപ്പോൾ അത് 6 കേക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പപ്പയുടെ അടുത്ത് പേപ്പറൊക്കെ വെട്ടാൻ കൊടുത്ത് പപ്പ അത് ഭയങ്കര സ്ലോയിലൊക്കെ ചെയ്യുള്ളൂ. എളുപ്പം ചെയ്യാനുള്ള മാർഗ്ഗമൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല. കാരണം ഞാനത് പറഞ്ഞു കൊടുത്ത് എൻ്റെ സമയം പോവുള്ളൂ. പപ്പയുടേതായ രീതിക്കേ ചെയ്യുള്ളൂ. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും പപ്പ അത് സ്വീകരിക്കാറില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് ഏതായാലും ഷേപ്പാക്കി തരുമെന്ന് എനിക്കറിയാം, പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തരുമെന്നറിയാം. അപ്പം എങ്ങനെയെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ കൊടുത്തിട്ട് ഞാനിവിടെ വന്ന് പരിപ്പൊക്കെ താളിച്ചിട്ട് മീനൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് നേരെ ഇത് മാറ്റിയിട്ട് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രങ്ങൾ വെച്ചപ്പോൾ ഞാൻ 2 ഇൻഡസ് വാലിയുടെ നല്ല കട്ടിയുള്ള വലിയ പാത്രങ്ങളും പിന്നെ ഒരു പഴയ കുക്കറുമാണ് വെക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു ബാച്ചിൽ 3 ഇത് കേക്ക് വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഇത് നമ്മുടെ ഗ്ലാസിൻ്റെ മൂടികൾ വെക്കല്ലേ, അത് പെട്ടെന്ന് പൊട്ടിപ്പോകൂട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് മാറ്റിയിട്ട് സാധാരണ മൂടി വെച്ചിട്ടാണ് മൂടാൻ പോണെങ്കിൽ. ഇപ്പോൾ ഞാനിതൊന്ന് കാണിച്ചതാണ്. അങ്ങനെ അത് വെച്ചതിന് ശേഷം നമ്മളുടെ കേക്ക് ബാറ്റർ റെഡിയാക്കാനായിട്ട് നിന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒറ്റ ബാച്ചിൽ 3 കേക്ക് ആയതുകൊണ്ട് ഞാൻ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 3 നുള്ള് ഉപ്പ് പൊടിയും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ മാത്രമാണ് ഞാൻ സാധാരണ ഈ കേക്കിൽ ചേർക്കണത് കേട്ടോ. കാരണം ഇത് ഒരുപാട് അങ്ങോട്ട് പൊങ്ങി വരേണ്ട കേക്കല്ല. പൊങ്ങിയെന്ന് വെച്ചാൽ സോഫ്റ്റ് ആകേണ്ട കേക്കല്ല, പൊങ്ങണം പക്ഷേ അധികം സോഫ്റ്റ് ആകുമ്പോഴാണ്. അപ്പോൾ ഞാൻ ബേക്കിംഗ് പൗഡറൊന്നും ഉപയോഗിക്കാറില്ല, ബേക്കിംഗ് സോഡ മാത്രം. പിന്നെ ഈ നമ്മൾ മസാല പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ്. പട്ട, ഏലക്കായ, കറയാമ്പ്, ജാതിക്കായ ഇത്രയും സാധനങ്ങൾ ചേർത്ത് പൊടിച്ചതാണ്. എല്ലാം കൂടി ഒന്നിച്ച് പൊടിച്ച് വെച്ചേക്കണതുകൊണ്ട് നമ്മളങ്ങനെ ഇട്ടെന്ന് മാത്രം കേട്ടോ. പഞ്ചസാര ചേർത്ത് പൊടിച്ച് അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നിങ്ങൾ മിക്സ് ചെയ്യണത് ശരിക്കും അരിപ്പയിൽ തന്നെ 2-3 തവണ ഇടഞ്ഞെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്, എല്ലാ സ്ഥലത്തേക്കും അതൊരുപോലെ ആയി വരാൻ വേണ്ടിയിട്ട്. പിന്നെ 1.5 കപ്പ് പഞ്ചസാര. നമ്മളുടെ ഈ 3 കേക്കിനാണ് 1.5 കപ്പ് പഞ്ചസാര. കാരമൽ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാര മാത്രമായിട്ടാണ് പൊടിച്ചേക്കുന്നത്, കാരണം നമ്മൾ മസാല പൊടിച്ചിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ഗരം മസാല ഇതിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. എൻ്റെ രീതി പല രീതിക്കും ഞാൻ ചെയ്യും, എളുപ്പത്തിന് ചെയ്യുന്നതാണ് ഇങ്ങനെ. പഞ്ചസാര പൊടിച്ചതും എല്ലാം കൂടി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ച് ഇനി നമ്മൾക്ക് മുട്ട ബീറ്റ് ചെയ്തതും മുട്ട വാനില എസൻസ് ഈ 3 സാധനം കൂടി ബീറ്റ് ചെയ്തതാണ് ഇതിനകത്തേക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പൊടി ഇത്തിരി ഈ മുട്ടക്കൂട്ടിനകത്തേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ നേരെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നത് ഇപ്പോൾ. കാരണം എനിക്ക് കൂടുതൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നടക്കുകയുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് വിചാരിച്ച് ഒരു കുഴപ്പമില്ല. നിങ്ങൾക്കും ഇങ്ങനെ തന്നെ ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ 3 കേക്കിന് 1.5 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 6 കോഴിമുട്ടയും 1.5 കപ്പ് വെജിറ്റബിൾ ഓയിലും കേട്ടോ. അപ്പോൾ പഞ്ചസാരയുടെ അതേ കണക്ക് തന്നെയാണ് വെജിറ്റബിൾ ഓയിൽ. പിന്നെ 6 മുട്ട, അതായത് ഒരു കേക്കിന് 2 മുട്ട എന്നുള്ള കണക്കിന്. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ ബ്രാൻ ഓയിൽ ചേർത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്, എങ്കിലും എനിക്ക് സൺഫ്ലവർ ഓയിലാണ് കുറച്ചുകൂടി തൃപ്തി. പിന്നെ ഒരു 3 മൂടി വാനില എസൻസ്. അപ്പോൾ ഈ വാനില എസൻസ് തീർന്നിട്ടാണ്, ഇനി നമുക്ക് വേറെ മേടിക്കണം. ഒരിത്തിരിയും കൂടി ഉണ്ട്. ഈ പ്രാവശ്യത്തെ ക്രിസ്മസിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് പോയിക്കോളും, അത് കഴിഞ്ഞിട്ട് മേടിച്ചാൽ മതി. അപ്പോൾ ഞാനത് ബ്ലെൻഡ് ചെയ്ത് അതിനുശേഷം ഇതിനകത്തേക്ക് നമുക്ക് ടിന്നിലേക്ക് ഒഴിക്കാനുള്ള സെറ്റപ്പ് കൂടിയിട്ട് നമ്മൾ വേഗം ചെയ്ത് വെച്ചേക്കണം. അപ്പം സൈഡിലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് താഴത്തും ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് എടുക്കുന്ന സെയിം ഓയിൽ കേട്ടോ ഗ്രീസ് ചെയ്യാൻ എടുക്കണം, അല്ലെങ്കിൽ വേറെ സ്മെല്ല് വരും. എന്നിട്ട് ബട്ടർ പേപ്പറൊക്കെ അപ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം സെറ്റാക്കി 3 ടിന്നോടെ വെച്ച്. അതിട്ട് ഞാൻ സാധാരണ ഓപ്പോസിറ്റായിട്ടാണ് ഈ ചെയ്യുന്നത് കേട്ടോ. സാധാരണ എല്ലാവരും പൊടിയാണ് ഈ മിക്സിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഇത്തിരി ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണേ. അതിൻ്റെ ഒന്നും കാര്യമൊന്നുമില്ല, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല, പെർഫെക്റ്റായിട്ട് കിട്ടും. പിന്നെ നിങ്ങൾ ഭയങ്കര സ്പീഡിൽ മുട്ട ബീറ്റ് ചെയ്യുന്ന പോലെ ഇട്ട് ബീറ്റ് ചെയ്യാതിരുന്നാൽ മതി. സ്ലോയിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. കാരമൽ കൂടി ചേർക്കുന്നുണ്ട്, കാരണം നമ്മളുടെ ഇതെല്ലാം കൂടി ഒന്നിച്ച് പെട്ടെന്ന് തന്നെ ബ്ലെൻഡായി വരാനായിട്ട് ഈ സമയത്ത് തന്നെ കാരമൽ ചേർക്കണം നല്ലത്. അപ്പം ഞാൻ കാരമൽ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചേക്കണതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പം നിങ്ങൾ ചെയ്യുമ്പോഴും കാരമൽ നേരത്തെ റെഡിയാക്കി വെക്കും. കേക്ക് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇപ്പോഴേ കേക്ക് ഉണ്ടാക്കി വെക്കണം കേട്ടോ, എന്നാലാണ് 2 ദിവസം ഇരുന്ന് അത് ഒന്ന് ടേസ്റ്റ് കൂടുന്നത്. പിന്നെ നമ്മൾ റമ്മിൻ്റെ അകത്ത് സോക്ക് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ്, എനിക്കെന്തോ ഈ തവണ ഒരുപാട് ഫ്രൂട്ട്സ് ഇടാനായിട്ട്
തോന്നിയില്ല കേട്ടോ. കാരണം നമ്മൾ കേക്കിൻ്റെ അകത്ത് കടിക്കണ ഫ്രൂട്ടാകുമ്പോൾ എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല കട്ടക്ക് ഫ്രൂട്ട് ഇട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്, നമ്മൾ എഗ്ലെസ് കേക്കൊക്കെ ഉണ്ടാക്കിയില്ലേ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ച ഇത്തവണ ഒരുപാട് അങ്ങോട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്രൂട്ട്സ് ബാക്കി വന്നിട്ടുണ്ട്. അത് ഇനി എപ്പോഴെങ്കിലും കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് 2 ബോട്ടിലായിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായത്, 2 ജാറിൽ. പക്ഷേ അത് ഒരു ജാറിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒരു ജാറിൽ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ 1 6 ഇഞ്ച് ടിന്നും 2 7 ഇഞ്ച് ടിന്നുമാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ലോക്കൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തുറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ 3 കേക്ക് ടിന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മളുടെ ഈ പാത്രത്തിലേക്ക് കിടക്കില്ല, കാരണം അതിൻ്റെ പുറത്ത് ഈ ലോക്ക് ഉള്ളതുകൊണ്ടേ ലോക്ക് പിടിച്ചിട്ട് കേക്കിൻ്റെ ടിന്നിങ്ങനെ പൊക്കിയെടുക്കൂലേ മോൾ വശം, അതെൻ്റെ കയ്യിലുണ്ട്. അത് പക്ഷേ ഞാൻ ഉപയോഗിക്കണത് അത് ഓവനിലേ വെക്കാൻ പറ്റുള്ളൂ. ഈ പാത്രത്തിലേക്കൊക്കെ ഒന്നും അത് കയറില്ല, അതിൻ്റെ ആ ലോക്കുള്ളതൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ടിന്ന് തന്നെയാണ് എനിക്കിഷ്ടം, ഈ അലൂമിനിയത്തിൻ്റെ ടിന്ന്. അപ്പോൾ അതുകൊണ്ട് അതാണ് എടുത്തേക്കണത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ല പ്രീ ഹീറ്റ് ചെയ്ത് നല്ല ചൂടിൽ ഈ ഒരു പാത്രം വെച്ച് മൂടിയിട്ടെ, ഇനി മൂടി പൊട്ടിപ്പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പം നന്നായിട്ട് തന്നെ ചൂടാകണം കേട്ടോ. പിന്നെ നമ്മൾ കേക്ക് വെക്കുന്ന സമയത്ത് തീ നന്നായിട്ടൊന്ന് കുറച്ചിട്ട്, അല്ലെങ്കിൽ കൈ പൊള്ളും. കേക്ക് വെച്ചതിന് ബാറ്റർ വെച്ചതിന് ശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇടണം കേട്ടോ. കാരണം ഇത് തണുത്തിട്ടുള്ള, അതായത് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു സാധനമല്ല അതിനകത്തേക്ക് കയറണം. അപ്പോൾ അതിനകത്ത് ചൂട് പെട്ടെന്ന് കുറഞ്ഞു പോകും. പ്രീ ഹീറ്റ് ചെയ്തിട്ടേക്കണതിൻ്റെ ചൂട് ഇത്തിരി കുറഞ്ഞു പോകും. അപ്പോൾ ആ ചൂട് നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ കേക്ക് ബാറ്റർ വെച്ച ഉടനെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മറന്നു പോകരുത്, പെട്ടെന്ന് തന്നെ കുറക്കണം കേട്ടോ. കുറച്ചിട്ട് തീ അങ്ങോട്ട് ഓഫാകാൻ പോകൂലേ, ഓഫാക്കാനുള്ള സ്ഥലത്ത് വരൂലേ, അവിടെ വെച്ചേക്കണം നിങ്ങൾ ആ നോബ്. തിരിച്ചാൽ തീ ഓഫാകും. ആ ഒരൊറ്റ നേര് തീയിൽ വെച്ച് കഴിഞ്ഞാൽ കേക്ക് നല്ല ടൈം കൂടുതലെടുത്ത് സാവധാനം ഇരുന്ന് വെന്ത് വരുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. തീ കൂട്ടി വെച്ചിട്ട് ഒരിക്കലും കേക്ക് വേവിക്കരുത്, കേക്കിന് ടേസ്റ്റും ഉണ്ടാവില്ല, കറക്റ്റായിട്ട് വരയില്ല. അപ്പം മാക്സിമം ഈ ഫ്ലെയിം കുറച്ച് അങ്ങോട്ട് അറ്റത്ത് ഓഫ് ചെയ്യാൻ പറ്റിയ രീതിയിൽ വരുത്തിയിട്ട് നിർത്തുക. എന്നിട്ട് പിന്നെ നിങ്ങളുടെ എന്ത് പണിക്ക് വേണമെങ്കിലും പോയിക്കോ, ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കിയാൽ മതി. 1/2 മണിക്കൂർ വരെ തിരിഞ്ഞ് നോക്കണ്ട, കാരണം ഇത് ഏകദേശം 1 മണിക്കൂറോളം ആകും. പിന്നെ 1/2 മണിക്കൂർ വരുമ്പോൾ നോക്കാൻ പറഞ്ഞത് പലരുടെയും ഒരു രീതി വ്യത്യാസം ഉണ്ടാവുമല്ലോ, അതനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പഞ്ചസാര പൊടിച്ചത് 2 പഞ്ചസാര 2 ബാച്ചിന് വേണ്ടിയിട്ട് പൊടിച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ അത്. കാരണം ഇനി ആ ഒരു ബ്ലെൻഡറിലേക്ക് നമുക്ക് പഞ്ചസാര ഇടാൻ പറ്റില്ല, കാരണം മുട്ടടിച്ചതല്ലേ. അപ്പോൾ അതിന് മുമ്പ് തന്നെ 2 ബാച്ച് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2:23 സമയമായിരുന്നു കേട്ടോ എൻ്റെ ആദ്യത്തെ കേക്ക് കയറിയപ്പോൾ. അതിന് ശേഷമാണ് നമ്മൾ ഊണൊക്കെ കഴിച്ചത്. പക്ഷേ ഈ കേക്ക് തണുത്ത് കഴിഞ്ഞിട്ടും നമുക്ക് അടുത്ത കേക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ ഇവിടെ കറണ്ട് പോയതോട് കൂടിയിട്ട് പിന്നെ എനിക്ക് തോന്നുന്നത് വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് പിന്നെ കറണ്ട് വരണത്. അതുവരെയും എനിക്ക് പിന്നെ അടുത്ത ബാച്ച് കേക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം മുട്ട ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിക്സി വർക്ക് ചെയ്യണം, നമ്മുടെ ഇൻവെർട്ടറിൽ അതൊന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ സമയം മൊത്തം പോയി, വിചാരിക്കാത്ത ഒരു പണി കിട്ടി. അങ്ങനെ കുറേ സമയം പോയി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ സെക്കൻഡ് ബാച്ച് കേക്ക് കയറ്റിയതും ചപ്പാത്തി ഉണ്ടാക്കലും എല്ലാം കൂടി ഒന്നിച്ച് നടന്നു. അത്ര നേരം പോയി. അല്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു 5 മണി 6 മണിയോടുകൂടി ഫ്രീ ആയേനെ. ഇതിപ്പോൾ 6 മണിക്ക് ആണ് ഞാൻ 2ാമത്തെ ബാച്ച് കേക്ക് ബാറ്ററൊക്കെ ചെയ്യാൻ വേണ്ടി നിന്നത്. ഏതായാലും കാരണം നമ്മളെ ഈ ഒരു ബാച്ച് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ആ പാത്രം തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാനും മിക്സ്ഡ് ജാറും എല്ലാം അത് തന്നെ ഉപയോഗിച്ചാൽ മതിയേ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് കഴുകി വെച്ച് അടുത്ത ദിവസം അടുത്ത ബാച്ച് ഉണ്ടാക്കുമ്പോൾ വീണ്ടും പണിയാണ്. അപ്പോൾ ഈ ഒരൊറ്റ പണിയിൽ കഴുകൽ കുറഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 6 കേക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചത്. അപ്പോഴാണ് ഇങ്ങനെ കറണ്ട് പോയത്. പിന്നെ അതെല്ലാം അവിടെ മൂടിയൊക്കെ മാറ്റി വെച്ച്, അപ്പോൾ ഇതൊക്കെ ഞാൻ 2ാമത്തെ സെറ്റും പ്രീ ഹീറ്റൊക്കെ ചെയ്തതായിരുന്നു. എന്നിട്ടും കറണ്ട് വരണില്ല എന്നുണ്ടെങ്കിലത്തേക്കും ഞാൻ ഓഫ് ചെയ്തത്. കാരണം നമ്മൾ ഉണ്ടാക്കണ നേരം കൊണ്ട് കറണ്ട് വരുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രീ ഹീറ്റ് ചെയ്തത്. കാരണം ആദ്യത്തെ നമ്മളുടെ ഈ കേക്കുകൾ വെന്ത് കഴിഞ്ഞ് അതൊന്ന് തണുത്തിട്ട് ടിന്നൊന്നും ഒഴിവാക്കി എടുക്കണമല്ലോ, ഈ ടിൻ തന്നെയല്ലേ യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെ ഇത്തിരി സമയം ഞാനത് ഓഫ് ചെയ്തിട്ടേച്ച് അതിന് ശേഷം അത്
കേക്കെല്ലാം ഡിമോൾഡ് ചെയ്ത് മാറ്റിയതിന് ശേഷം പ്രീ ഹീറ്റ് ചെയ്ത്. അപ്പോൾ കറണ്ട് ഇല്ലയെന്ന് കണ്ടു തന്നെയാണ് പ്രീ ഹീറ്റ് ചെയ്തത്. പക്ഷേ കറണ്ട് പോയിട്ട് കുറേ നേരം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും കറണ്ട് വരുമല്ല എന്ന് വിചാരിച്ചു. പക്ഷേ കറണ്ട് വന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ പ്രീ ഹീറ്റ് ചെയ്തൊക്കെ ഓഫ് ചെയ്തിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ 6 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത ബാച്ച് ചെയ്ത്. ഇപ്പോൾ ഏകദേശം ഒരു 7:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഇതെല്ലാം റെഡിയാക്കി ഇട്ടിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ചപ്പാത്തി ഉണ്ടാക്കൽ കാര്യങ്ങൾ അതെല്ലാം പിന്നെ ഓടിപ്പോയിട്ട് പ്രാർത്ഥനയൊക്കെ ചൊല്ലി. ആ നേരത്തെ റോജർ ഏതായാലും പോയി കഴിഞ്ഞ് ജിമ്മിലേക്ക് പോയി. അവനൊരു 9:30 മണിയൊക്കെ ആകുമ്പോഴേ വരുള്ളൂ. പിന്നെ നമ്മളുടെ കേക്കിൽ വേറെ പല ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനായിട്ടൊക്കെ ചിലരിങ്ങനെ കമൻസിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഞാൻ ചേർത്തില്ല. കാരണം ഞാൻ ഉണ്ടാക്കുന്ന കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ നിന്നൊക്കെ കേക്ക് കഴിച്ചാലും എനിക്കിഷ്ടപ്പെടാറില്ല. ഞാൻ ഉണ്ടാക്കുന്ന കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്രയും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ പിന്നെ ഇനി വേറെ വല്ലതുമൊക്കെ ചേർത്ത് എൻ്റെ ആ ടേസ്റ്റ് മാറി വേറെ ടേസ്റ്റ് വരുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നുള്ളൊരു ഇതുകൊണ്ടിട്ട് ഞാനൊന്നും ചേർത്തില്ല. എപ്പോഴും ഞാൻ ചെയ്യുന്ന രീതിയിൽ എൻ്റെ സ്വന്തം റെസിപ്പിയാണിത്. കാരണം സ്വന്തം റെസിപ്പി എന്ന് പറയാൻ കാരണം എനിക്ക് തോന്നണത് ഞാനൊരു 10 കൊല്ലത്തിന് മുകളിലായിട്ടുണ്ട് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഉണ്ടാക്കി കുറേ അധികം നശിച്ചു പോയിട്ടുണ്ട്, കുറേ അധികം ശരിയായിട്ടുണ്ട്. എങ്കിലും ഒരു പെർഫെക്ഷൻ വരാനായിട്ട് ഞാൻ പല രീതികൾ മാറി മാറി പ്രയോഗിച്ച് കണ്ടുപിടിച്ച ഒരു മെത്തേഡാണ് ഇതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി തന്നെയാണ് കേക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ചിലവർ ഉണ്ടാക്കുന്ന കേക്കുകൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഫ്ലോപ്പായി പോകും. അങ്ങനെ പലതിൽ നിന്നും കുറച്ച് എടുത്തിട്ട് ഞാൻ ഒന്നിച്ച് ചേർത്തുണ്ടാക്കിയ ഒരു റെസിപ്പിയാണിത്. ഇതിൻ്റെ വീഡിയോ നമ്മൾ നമ്മുടെ അടുക്കള കാര്യങ്ങൾ ബൈ സ്വപ്നയിലും ഇട്ടിട്ടുണ്ട്. നമ്മളുടെ ഈ ചാനലിലും ഒക്കെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ഈസിയായിട്ട് ചെയ്യാം. അടിപൊളി നല്ല ടേസ്റ്റുള്ള ഇത് കൊടുക്കുന്നവരെല്ലാവരും സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആ ഒരു ധൈര്യം എനിക്കുണ്ട്. അപ്പോൾ നമ്മുടെ 6 കേക്കും റെഡി ആയിട്ട് വന്നു. അപ്പോൾ ഈ കേക്കിൻ്റെ മീതയിൽ കുറച്ച് റമ്മ് ഇടയ്ക്ക് ഓരോ ദിവസങ്ങളിലും നമ്മൾ എടുക്കുന്നത് വരെയും ഇങ്ങനെ പുരട്ടി കൊടുത്താൽ നല്ലതാണ്. പക്ഷേ ഇത്തവണ പപ്പ 1/4 കുപ്പിയല്ലേ ആകെ മേടിച്ചെന്ന്, അതുകൊണ്ട് അത് സോക്ക് ചെയ്യാൻ പോലും തികഞ്ഞില്ല. അങ്ങനെ പിന്നെ ഞാൻ ഏതായാലും പപ്പയുടെ അടുത്ത് പറഞ്ഞു, പപ്പ അത് അന്ന് 1/2 കുപ്പി മേടിക്കേണ്ടിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മീതയിൽ ഇത്തിരി റമ്മ് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. കേക്ക് അതൊരു പ്രിസർവേറ്റീവുമാണ്, നല്ലൊരു ഫ്ലേവറും കിട്ടും, കേടാതെ ഇരിക്കുമല്ല. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ച്, പക്ഷേ സംഭവം ഇല്ല. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്താണ്. പിന്നെ നമ്മുടെ പപ്പ കേക്ക് കണ്ടിട്ട് അതിൻ്റെ മണവും കേട്ടിട്ട് കൊതിയായിട്ടിരിക്കണേണ്. പപ്പ ഇത് മൊത്തം വേണമെങ്കിലും കഴിക്കോട്ടെ, അത്ര ഇഷ്ടമാണ് പപ്പക്ക്. അപ്പം ഞാൻ 2 പീസ് പപ്പക്ക് കൊണ്ടിട്ട് കൊടുക്കണേണ്. അപ്പോൾ നമ്മളുടെ കേക്കിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ മൈദ കോട്ട് ചെയ്യാതെ തന്നെയാണ് ഇട്ടത്. കാരണം അത് റമ്മിൽ മിക്സായി കിടക്കണതല്ലേ, ഒരു കുഴപ്പമില്ല, നേരിട്ട് ഇടാം കേട്ടോ. അതൊരു സംശയം എല്ലാവരും ചോദിക്കാറുണ്ട്, മൈദ കോട്ട് ചെയ്യണമെന്ന്. മൈദ കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് എല്ലായിടത്തും ഇപ്പോൾ കട്ട് ചെയ്ത് കാണിച്ചതാണ് ഞാൻ. എല്ലായിടത്തും ആയിട്ടുണ്ട്, താഴെ വന്നൊന്നും കൂടി കിടക്കില്ല. നമ്മളിങ്ങനെ മിക്സ് ചെയ്യാത്ത വെറുതെ ഡ്രൈ ഫ്രൂട്ട്സ് വെറുതെ ഇടൂലേ, അപ്പോൾ ഒന്ന് മൈദ കോട്ട് ചെയ്തിട്ട് ഇട്ടാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ മൈദയുടെ ഒപ്പം തന്നെ നമ്മൾ കേക്കിലേക്ക് മൈദ ഇടൂലേ, ആ കൂട്ടത്തിൽ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടി മിക്സായിട്ട് കറക്റ്റായിട്ട് വന്നോളൂ. ഒന്ന് പ്രത്യേകിച്ച് മൈദ കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ പപ്പ ഇതൊക്കെ കഴിച്ച്, സാധാരണ ഈ കേക്ക് ഞാൻ കട്ട് ചെയ്യാറില്ല, 2-3 ദിവസം കഴിഞ്ഞിട്ടേ എടുക്കുകയുള്ളൂ, എന്നാലാണ് ടേസ്റ്റ്. പക്ഷേ പപ്പ ഇങ്ങനെ നോക്കി ഇരിക്കണതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുത്താൽ പപ്പക്ക് ഭയങ്കര ഇഷ്ടം കഴിക്കാൻ. അങ്ങനെ ഒരെണ്ണം കട്ട് ചെയ്തിട്ട് കൊടുത്താണ് കേട്ടോ. ബാക്കിയുള്ളതെല്ലാം പാക്ക് ചെയ്ത് വെക്കണം. കാരണം 2-3 ദിവസം കഴിഞ്ഞിട്ടും എടുക്കുന്നതാണ്. ഒരാഴ്ച കഴിഞ്ഞെടുത്താൽ കൂടുതൽ ടേസ്റ്റ് ആകും കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ റൂബിയും കൂടി എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞൊന്ന് റെസ്റ്റ് ചെയ്ത് പത്രമൊക്കെ വായിച്ച് അവിടെ ഇരുന്ന് നമ്മൾ റോജറൊക്കെ വന്ന് ഡിന്നറെല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇത് കേക്കിൻ്റെ കേക്ക് പൊതിയാൻ തുടങ്ങി ഞാൻ. കാരണം നമ്മുടെ കേക്കിൻ്റെ ഉള്ളിൽ ഒരിത്തിരി ചൂട് ഉണ്ടെങ്കിൽ പോലും കേക്ക് കേടാകൂട്ടായിരുന്നിട്ട് അതെപ്പോഴും ശ്രദ്ധിക്കണം. കേക്ക് എപ്പോഴും ഒരു ദിവസം മൊത്തത്തിൽ തുറന്ന് വെച്ചിട്ട് മാത്രം നിങ്ങൾ പാക്ക് ചെയ്ത് പാത്രത്തിലാക്കാൻ പാടുള്ളൂ. ഇതിപ്പം ഞാൻ രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഈ പാക്ക് ചെയ്യുന്നത്. പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും ഞാൻ പാത്രത്തിലേക്ക് വെച്ചിട്ടില്ല, ഓപ്പണായിട്ട് തന്നെയാണ് വെച്ചത്. കാരണം പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആ ചൂട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൽ തന്നെ നിൽക്കും. അപ്പോൾ അത് മൊത്തത്തിൽ കേക്ക് പൂത്തു പോകും അങ്ങോട്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഒരു ദിവസം മൊത്തത്തിൽ തന്നെ തുറന്ന് വെക്കുക. അപ്പോൾ ഇങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ ഒരു പാച്ച്മെൻറ്റ് പേപ്പറും പിന്നെ ആ ബട്ടർ പേപ്പറും കൂടി താഴെ വെച്ചിട്ടാണ് പാക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു കേക്ക് കട്ട് ചെയ്തതിൻ്റെ ബാക്കി ഞാൻ പൊതിഞ്ഞ് തന്നെ വെക്കണുണ്ട്. അതിന് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇനി എടുക്കുകയുള്ളൂ. കാരണം ഇരിക്കും തോറുമാണ് കേക്ക് ടേസ്റ്റാണ്. അത് എപ്പോഴും നിങ്ങൾ നേരത്തെ തന്നെ കേക്ക് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ കേക്ക് കാര്യങ്ങൾ കഴിഞ്ഞ് ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കണം കേട്ടോ. നമ്മൾ ന്യൂ ഇയറിനും ക്രിസ്മസിനൊക്കെ ഓരോ ഐസിങ് കേക്ക് ഉണ്ടാക്കും. അത് വേറെ ഉണ്ടാക്കണം, അത് തലേദിവസം ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ വെള്ളത്തിൻ്റെ മീതയിൽ ഞാൻ തൽക്കാലം വെച്ചേക്കുന്നതാണ്, കാരണം ഉറുമ്പ് കയറാതിരിക്കാൻ. അപ്പോൾ ഇനി തുടർന്നുള്ളത് നമ്മുടെ റൂബിനെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് മാത്രമാണ്. അപ്പോൾ അത് കാണാൻ ഇഷ്ടമുള്ളവർക്ക് തുടർന്ന് കാണാം. താങ്ക്
കൊച്ചിന് ഉവ്വാവാണ് അല്ല പന്ന കൊച്ചിന് ഉവ്വാവാടാ. പക്ഷെ പുല്ല് തിന്ന് രാത്രിയൊക്കെ മമ്മീനെ പുറത്തിറക്കി നിർത്തിയേക്കണായിരുന്നു. ഇതെന്ത് ഇങ്ങനെ വടിക്കഷ്ണം പോലെ നിൽക്കണത്? അന്നമ്മോ വടിക്കഷ്ണം പോലെ നിൽക്കണ എന്താണ് പൊന്ന? പാവം കുഞ്ഞിതാ. കൊച്ചിന് ഇഷ്ടമാണ് കാർമിസൈഡ്, കൊച്ചിന് ഇഷ്ടമാണ്. എങ്കിലും കൊച്ചിനെ അറിയില്ലല്ലോ ഏതാ കൊടുക്കണമെന്ന്. ആ കൊച്ചിന് ഇഷ്ടമാണ് കാർമിസൈഡ്. കണ്ടിട്ട് കൊള്ളും, പേടിയാണ് പറയും. കണ്ണ് കൊള്ളും കൊച്ചേ. കൊച്ചെന്താ കാണിക്കണത്? അത് മതി, അതൊക്കെ കുടിച്ചാൽ മതി. അങ്ങോട്ട് നെറുകയിലൊക്കെ കയറുന്നുണ്ട്, അതാ കാര്യം. അയ്യോ മതിയാ ചേട്ടന്. കാലത്തൊക്കെ മന്തല്ലേ, പാൻറ് ഇടാത്ത കാലല്ലേ പൊന്ന, വേദന എടുക്കും ചേട്ടക്ക്. ഇവിടെ ബിസ്ക്കറ്റ് ഉണ്ടാന്ന് നോക്കണേട്ടാടാ. ഒരു ബിസ്ക്കറ്റ് എടുത്ത് കൊടുക്കണം. മമ്മി എടുത്തു തരാം, ബിസ്ക്കറ്റ് എടുത്തു തരാം മമ്മി. അവിടെ ഇടാം. കൊച്ചിനെ അരിശൊന്നും ഇടാ, കൊച്ചു മറിക്കിടന്ന്. രസേട്ടൻ പോവാണ് പിന്നെ. കൊച്ചിനൊരു അരിശമില്ലടാ, പാവം കുഞ്ഞ്.